ഹായ് പ്രിയരെ, നമ്മുടെ സിറിയയിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ നമ്മുടെ രാജ്യത്തൊന്നും സമാധാനമില്ലാത്തത് കൊണ്ട് സമാധാനപരമായ അന്തരീക്ഷത്തിൽ യഥാർത്ഥ മുഹമ്മദീയരായി യുദ്ധം ചെയ്തും ആടുമേച്ചും പലായനം ചെയ്തുമൊക്കെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ നാട് ഉപേക്ഷിച്ച് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു വിഭാഗം ശത്രുരാജ്യത്തോടു കൂടെ ചേർന്ന് നമ്മളൊന്നും ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചവർക്ക് ഇപ്പോഴെന്തു പറ്റി? ഇപ്പോൾ നമ്മൾ ശരിയായോ? ഇന്ത്യയിൽ ജീവിക്കാൻ ഇപ്പോൾ സമാധാനമില്ലാതായോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ രാജ്യത്ത് നിന്ന് പോയ 4 മലയാളി പെൺകുട്ടികളെ മുൻനിർത്തി നമ്മുടെ മീഡിയകളിൽ ചർച്ചകൾ സജീവമാകുകയാണ്. നിമിഷ ഫാത്തിമ എന്ന തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായ പെൺകുട്ടി, അവളുടെ അമ്മ ബിന്ദുവിനെ മുൻനിർത്തി ചില ചാനലുകൾ വളരെ തരം താണ രൂപത്തിലുള്ള ആശയ സംവാദങ്ങളാണ് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ. കാരണം അവളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അവരെ മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ മതിയോ? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്താൻ എന്താണ് മറ്റൊരു മാർഗം? എനിക്ക് പറയാനുള്ളത്, ഈ സ്ത്രീയെ മുൻനിർത്തി ഒരു തരം കളികൾ ചില മാധ്യമങ്ങൾ പടച്ചുവിടുമ്പോൾ നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടിയെ അവിടെ എത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവർ പുതിയ വല വിരിച്ച് അടുത്ത ഇരയ്ക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അവരിലേക്ക് മൈക്ക് കൊണ്ടുപോകാത്തത്, ക്യാമറ തിരിക്കാത്തത്? അവരുടെ പേരുകൾ എന്തുകൊണ്ടാണ് പുറത്തു പറയാൻ മടിക്കുന്നത്? അതെ, അവർ പ്രത്യേക വിഭാഗക്കാരാണ്. അവരുടെ പേര് പറഞ്ഞാൽ വിവരം വീട്ടിലറിയും. മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിൽ വെച്ച് പ്രണയം നടിച്ച് അവളെ ആദ്യമായി ബ്രെയിൻ വാഷ് ചെയ്ത് സ്കെച്ചിട്ട് മതം മാറ്റി നമ്മുടെ മതത്തിൻ്റെ ചില തീവ്രവാദ ആശയങ്ങൾ മനസ്സിലേക്ക് തിരികെ കയറ്റിക്കൊടുത്ത് മതം മാറ്റി മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച ആ ഗൾഫുകാരനുണ്ടല്ലോ, കാഴ്ചവെച്ചു എന്ന് ഞാൻ പറഞ്ഞത് മതം മാറ്റി കൊണ്ടുപോയി എന്നാണ്, ഗൾഫുകാരൻ. അപ്പോ വലിയ സമ്പന്നന്റെ മകനായതുകൊണ്ടാണോ അയാളുടെ പേര് പറയാൻ മാധ്യമങ്ങൾ മടിക്കുന്നത്? എനിക്കും മടിയില്ല. സജ്ജാദ് റഹ്മാൻ സലീം എന്നാണ് ആ വ്യക്തിയുടെ പേര്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇപ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു. തലസ്ഥാനത്തും കൊച്ചിയിലുമൊക്കെ വ്യത്യസ്തമായ ബ്രാഞ്ചുകളുള്ള സിജീസ് പിസ്സ സ്ട്രീറ്റ് എന്ന ഫാസ്റ്റ് ഫുഡ് പല സ്ഥാപനങ്ങളുമായി, അതിൻ്റെ പല പോർഷൻസുമായി. കാരണം ഒരു ബ്രാഞ്ച് ഇവിടെയാണെങ്കിൽ ഒരു ബ്രാഞ്ച് അങ്ങ് കൊച്ചിയിൽ, അങ്ങനെ പലയിടത്തുമായി നടക്കുന്നു. അപ്പോ മതം മാറ്റിയ ആള് തിരുവനന്തപുരത്തെ പിസ്സ സെന്റർ നടത്തി സുഖസുന്ദരമായി ജീവിക്കുന്നു. നമുക്കറിയുന്നതാണ് മതം മാറ്റുന്നതിന്റെ പേരിൽ ഒരാൾക്ക് എത്രമാത്രം ഫണ്ടാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഫണ്ട് വാങ്ങിയിട്ടുള്ള വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളെയും എംപിമാരെയും ഒക്കെ അറിയുന്നവരാണ് നമ്മൾ. എന്നാൽ ഇവരുടെ ബ്രെയിൻ വാഷിലും കപട പ്രണയത്തിലും കുടുങ്ങി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പിറന്ന നാടിനെയും ഒറ്റുകൊടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ ഈ 4 പെൺകുട്ടികളുടെ അവസ്ഥ എന്തായി എന്ന്? അഫ്ഗാനിസ്ഥാൻ ജയിലിലായി. എന്നിട്ടൊരു പ്രമേയവും അങ്ങ് പാസ്സാക്കി നമ്മുടെ നിമിഷ ഫാത്തിമ. നിങ്ങളുടെ നാട്ടിൽ എന്നെ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വന്നേക്കാം, പക്ഷെ എന്നെ ജയിലിലിടില്ല എന്ന ഉറപ്പ് മാത്രം. ആരോ അവരെ കെട്ടി വലിക്കുന്നത് പോലെ ഇങ്ങോട്ട് വരണേ ഇങ്ങോട്ട് വരണേ എന്ന്. അപ്പോൾ മാധ്യമക്കാരന്റെ ഒരു മറുചോദ്യം നിമിഷയോട്, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് കാണണ്ടേ? അമ്മയാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തരം ലാഘവ ചിന്ത. നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ. ചിത്ര എന്ന പെൺകുട്ടിയെ പ്രണയം നടിച്ചു മതം മാറ്റി കൊണ്ടുപോയി. ഹൃദയാഘാതത്തിനെ തുടർന്ന് പിതാവ് വിളിക്കുന്നു, മോളെ നിന്നെ എനിക്കൊരു നോക്ക് കണ്ടാൽ മതി. വരില്ല. കാരണം മാതാപിതാക്കളെ വെറുക്കാനാണ് എന്നെ ഈ മതം പഠിപ്പിച്ചത്. അവൾ ഖുർആനിലെ ഒരു വാചകവും കൂടി പറയുന്നുണ്ട്, അവിശ്വാസികളായ ബഹുദൈവാരാധകരായ മാതാപിതാക്കളെ
ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, അവരെ രക്ഷാധികാരികളാക്കരുത്, അവരുമായി സഹിഷ്ണുതയിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും പോകരുത്, അവരെ മിത്രമാക്കരുത് തുടങ്ങിയ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ആ പെൺകുട്ടിയെ ആ അവസ്ഥയിൽ എത്തിച്ച യഥാർത്ഥ കുറ്റവാളി സമൂഹത്തിനു മുന്നിൽ സമ്പന്നനായി, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുട്ടിയുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ബിസിനസ് ഉണ്ട്, എല്ലാത്തിലും പോന്ന പണവുമുണ്ട്. അപ്പോൾ അയാൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഒരിക്കലും ഇതൊക്കെ, അതായത് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും നിയമത്തിന് മുന്നിൽ കുറ്റവാളിയല്ല. കാരണം ഏത് നിയമത്തെയും വിലക്കെടുക്കാവുന്ന മെറ്റീരിയൽസ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അടുത്ത വല വിരിച്ച് കാത്തിരിക്കുകയാണ്. ഇനിയും എത്രയോ പെൺകുട്ടികൾ ഈ മുസ്ലിം പയ്യന്മാരുടെ പ്രണയത്തിൽ കുരുങ്ങി മതം മാറാൻ സിറിയയിലേക്ക് പോകണം, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണം, എവിടേക്കാണ് പോകേണ്ടത്? നമ്മൾ കണ്ടതാണ് പുതിയ ആപ്ലിക്കേഷനിലൂടെ ക്ലബ് ഹൗസ്. നല്ല സ്വീറ്റ് വോയിസ് ആണ്. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ കുട്ടിക്ക്? ഇൻസ്റ്റാഗ്രാമിലുള്ളത് കുട്ടിയുടെ ഫോട്ടോയാണോ? സുന്ദരിയാണ്, വീണു ഫ്ലാറ്റ്. അപ്പോൾ ഒരാള് നമ്മളെ ഒരു വലയിൽ അകപ്പെടുത്തിയെങ്കിൽ അത് അവരുടെ മാത്രം മിടുക്കല്ല. അമുസ്ലിം പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു പയ്യൻ ഒരു മഹിമയുള്ള ഒരു വാക്കു പറഞ്ഞാൽ, ഒരു മൊഞ്ചായ വർത്തമാനം പറഞ്ഞാൽ ഉടനെ ജന്മം നൽകിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പിറന്ന നാടിനെയും ഒക്കെ ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ പോകുന്നവരോട് പറയാനുള്ളത്, വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടു മരണം. ഇത്രയൊക്കെ അനുഭവങ്ങൾ എടുത്തു കാണിച്ചിട്ട് പോലും ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്ന ഒരുപാട് ക്രിസ്ത്യാനി പാസ്റ്റർമാരെ വരേക്കും നമ്മൾ കണ്ടവരാണ്. ഇസ്ലാമിൽ തീവ്രവാദമില്ല എന്ന് പറയുന്ന ഹൈന്ദവ പുരോഹിതരെ നമ്മൾ കണ്ടതാണ്. അവനവന്റെ തൊടയിൽ നുള്ളുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. ഇനി എങ്ങനെയാണ് പറയേണ്ടത്? അപ്പൊ ഈ 4 പെൺകുട്ടികൾ മതം മാറി സിറിയയിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയി. ഭർത്താക്കന്മാർ എത്തേണ്ടിടത്ത് കൃത്യമായി അള്ളാഹുവിന്റെ വിളിയുള്ളത് കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഇവർക്ക് എത്താൻ കഴിഞ്ഞില്ല. പുതിയ ഒരു ഉമ്മുകുൽസൂനെയും കൊണ്ട് നിമിഷ ഫാത്തിമയും മറ്റേ സോണിയ സെബാസ്റ്റ്യനും ഒക്കെ വരാൻ തയ്യാറായിരിക്കുന്നു. എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് ആര് കണ്ടു? ജയിലിൽ കിടന്നുകൊണ്ട് വീഡിയോ ഇടാൻ, അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ അന്വേഷണ വിഭാഗത്തോടൊക്കെ കോപ്പറേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് ഇനിയും അടുത്ത ഒളി അജണ്ടയെന്ന് ആര് കണ്ടു? അടുത്ത വിപ്ലവം എന്തിന്റെ പേരിലാണെന്ന് ആര് കണ്ടു? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടികളെ അവിടെ എത്തിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കെതിരെ മാധ്യമങ്ങൾ തിരിയണം. അവരുടെ മുഖങ്ങൾ ലോകം കാണണം. കാരണം അടുത്തതാരെയാണ് വല വിരിച്ചിരിക്കുന്നത് എന്ന് അവരെങ്കിലും ഒന്ന് തിരിച്ചറിയട്ടെ. 16, 17, 18 വയസ്സായ പെൺകുട്ടികൾക്ക് തിരിച്ചറിവുണ്ടായില്ലെന്ന് പറയാം. നിമിഷ ഫാത്തിമ പോകുമ്പോൾ 26 വയസ്സാണുള്ളത്. തിരിച്ചറിവില്ലാതെയല്ല പോയത്. സോണിയ സെബാസ്റ്റ്യൻ ഉള്ളത്ര ഗിൽറ്റി കോൺഷ്യസ് പോലും നിമിഷ ഫാത്തിമയ്ക്കില്ല. എന്റെ മോളെ കൊണ്ടുവരൂ, എന്റെ മോളെ കൊണ്ടുവരൂ എന്ന് ബിന്ദു നിലവിളിക്കുമ്പോഴും അവർ മതത്തെ സ്നേഹിച്ച മകളെയാണ് സ്നേഹിക്കുന്നത്, രാജ്യത്തെ അല്ല. അപ്പൊ അമ്മയായതുകൊണ്ട് അങ്ങനെ സാധിക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം സ്വന്തം പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത മകളെ എനിക്ക് വേണ്ട, മകനെ എനിക്ക് വേണ്ട, അവരെ കൊന്നു കളഞ്ഞേക്കൂ, എനിക്ക് എന്റെ നാട് മതി എന്ന് പറഞ്ഞ അമ്മമാരുള്ള നാടാണ് നമ്മുടെ നാട്. നന്ദി.